പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കുടുംബം തന്നെയാണ് ദിലീപിൻ്റേത്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, മകൾ മീനാക്ഷി, മഹാലക്ഷ്മി എല്ലാവരും തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വാർത്തകൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് വലിയ താല്പര്യം തന്നെയാണ്. ചിലപ്പോഴൊക്കെ മഞ്ജു വാര്യർ ദിലീപ് വിഷയം സോഷ്യൽ മീഡിയകളിലെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറാറുമുണ്ട്. ഇരുവരുടെയും ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും പ്രേക്ഷകർക്ക് ഞെട്ടൽ മാറാത്ത കാര്യങ്ങൾ തന്നെയാണ്. മഞ്ജുവുമായി പിരിഞ്ഞതും കാവ്യയെ വിവാഹം ചെയ്തതുമൊക്കെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ദിലീപ് മഞ്ജു വാര്യർ മകൾ മീനാക്ഷി അമ്മയായ മഞ്ജുവിനൊപ്പം പോവാതെ അച്ഛൻ്റെ ഒപ്പവും രണ്ടാനമ്മയായ കാവ്യയുടെ ഒപ്പവും പോയതാണ് പ്രേക്ഷകരെ വളരെയധികം ഞെട്ടിച്ചത്. മഞ്ജു വാര്യർ സിനിമയിൽ നിറഞ്ഞു നിന്ന സമയത്തു തന്നെയായിരുന്നു ദിലീപുമായുള്ള വിവാഹം നടന്നത്. അതിനുശേഷം മഞ്ജു വാര്യർ അഭിനയമെല്ലാം നിർത്തി വീട്ടമ്മയായി തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മഞ്ജു വാര്യരുടെ റേഞ്ച് മീനാക്ഷിക്ക് അറിയില്ലായിരുന്നു. ഒരു വീട്ടമ്മയായി മാത്രമായിരിക്കും മഞ്ജുവിനെ അന്ന് മീനാക്ഷി കണ്ടിട്ടുണ്ടാവുക. എന്നാൽ ദിലീപ് അങ്ങനെയല്ല. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരച്ഛനായിരുന്നു ആ സമയത്ത് മീനാക്ഷിക്ക് ദിലീപ്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ മീനാക്ഷി അമ്മയോടൊപ്പം പോകാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുതന്നെ കോടതിയോട് പറഞ്ഞിട്ടുണ്ടാവും. മകളുടെ ആഗ്രഹത്തിന് മീനാക്ഷി സമ്മതവും മൂളി. ഒരുപക്ഷെ മഞ്ജു വാര്യർ വിചാരിച്ചിട്ടുണ്ടാവുക എന്നെങ്കിലും ഒരിക്കൽ മീനാക്ഷി എല്ലാം മനസ്സിലാക്കി തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്നു തന്നെയായിരിക്കും. പക്ഷേ അമ്മയെ മറന്ന മട്ടിലായിരുന്നു ബാക്കി ജീവിതം മീനാക്ഷിയുടേത് പ്രേക്ഷകർ കണ്ടത്. ഇതൊക്കെ മഞ്ജു വാര്യർക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നെല്ലാം പ്രേക്ഷകർ പറയുന്നു. അമ്മയെ കാണാൻ കൂട്ടാക്കാത്ത മീനാക്ഷി ഇപ്പോൾ മഞ്ജു വാര്യരെ കണ്ടതും സംസാരിച്ചതുമെല്ലാമാണ് സിനിമാ നിരൂപകൻ പല്ലശ്ശേരി പറയുന്നത്. പല്ലശ്ശേരി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മഞ്ജു വാര്യർ ഒരു സിനിമയുടെ കാര്യത്തിനായി ചെന്നൈയിലേക്ക് എത്തിയപ്പോൾ അവിടെ തന്നെയായിരുന്നു മീനാക്ഷി പഠിക്കുന്നതും. മകളെ കാണാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും മകൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നത് അറിയാതെ മഞ്ജു വാര്യർ ഇവരുടെ കെയർടേക്കറായ ആളെ വിളിച്ചു. കെയർടേക്കർ മീനാക്ഷിയെ കാണാൻ ചെന്നു. മീനാക്ഷിയെ കണ്ട ശേഷം അമ്മയെ കണ്ടാൽ നിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചു. എന്നാൽ കെയർടേക്കറിന് മീനാക്ഷി കൊടുത്ത മറുപടി ഞെട്ടിക്കുകയായിരുന്നു. അമ്മയെ ഒരുപക്ഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടാൽ ഒരുപക്ഷെ ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുമായിരിക്കും എന്നാണ് മീനാക്ഷി പറഞ്ഞതായി സിനിമാ നിരൂപകൻ പല്ലശ്ശേരി പറയുന്നത്. പല്ലശ്ശേരി പറഞ്ഞ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. എന്നാൽ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് പല്ലശ്ശേരി പറയുന്നത് വ്യാജമായ കാര്യങ്ങളാവും എന്നാണ്. മീനാക്ഷിക്ക് അമ്മയെ കാണണമെന്നും അതിനായി അച്ഛനോട് ചോദിക്കണമെന്നും ദിലീപിനോട് ചോദിച്ചപ്പോൾ അമ്മയെ കാണുന്നതിനായി മകൾക്ക് എൻ്റെ ആവശ്യം ഇല്ല, എൻ്റെ അനുവാദം ഇല്ല എന്ന് ദിലീപ് പറഞ്ഞതായി പല്ലശ്ശേരി കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ മഞ്ജു വാര്യരോ ദിലീപോ ഈ വാർത്ത ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. നിങ്ങൾ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്യുമോ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമോ എന്ന കാര്യം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.